ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു വലിയ കാര്യമല്ലെന്നറിയാം. എന്നാലും എനിക്കത് ഒരു വലിയ കാര്യമാണ്. ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പണ്ട് എന്ത് കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നൊക്കെ എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഞാൻ പഠിച്ചില്ല. പക്ഷേ ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഒരു 5 ഇയേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എൻ്റെ ഉള്ളിലും. അതുപോലെ തന്നെ എനിക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കും. ഇപ്പം നമ്മളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഡീലേഴ്സും എല്ലാം വേണം. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റാർട്ടിങ് എനിക്കറിയത്തില്ല. അതൊരിക്കലും പോസിബിൾ ആകുന്ന കാര്യമല്ല. അപ്പം ഞാനിപ്പോൾ നോക്കിയെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ക്ലോത്ത്സിൻ്റെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ അത് സഫലമായിരിക്കുകയാണ്. അപ്പം ആ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുണ്ട്. കാര്യം നേരത്തെ ആണെങ്കിലും ഇപ്പം ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 8 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സായി മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ഒരു ഇത്രയും വർഷം ത്രൂ ഔട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ള ബ്രാൻഡ്സിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് അല്ലെങ്കിൽ ബൊട്ടീക്സിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. അപ്പം ഇപ്പം അത് ഉൾട്ടയായി. ലൈക്ക് എൻ്റെ ഒരു ബ്രാൻഡിന് വേണ്ടി ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. മനസ്സിനൊരു സന്തോഷം. ഓ! നമ്മുടെ ബ്രാൻഡാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരുപാട് പേര് ഇതിന് ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരിക്കും ലൈക്ക് ഓക്കെ ഇപ്പം എല്ലാവർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഇങ്ങനത്തെ ഒരു ജനറേഷനിൽ എല്ലാവരും ബിസിനസ് ചെയ്യും. ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഫാർ ബെറ്ററാണ്. എന്നുവെച്ചാൽ അവർക്ക് ഐഡിയാസ് ഉണ്ട്. ടെക്നിക്കലി ആണെങ്കിലും അവർ ഭയങ്കര അവെയറാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഏരിയ ആണ്. നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും ഇവൻ്റെ സാരി ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ കുർത്തീസ് ആണെങ്കിലും ഈവൻ ബൊട്ടീക്ക് ഇട്ടാൽ കൂടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വൈകി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് എന്നോട് റിഗ്രറ്റ് ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഐ ആം സോ ഹാപ്പി. അത് മാത്രമല്ല ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബിസിനസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്കിൽ നിന്ന് ഒരുപാട് പേര് ചോദിക്കും എന്തിനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാവർക്കും ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങളുടെ ഇതിൽ വിജയിക്കുമോ? അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടല്ലോ. ഇപ്പം വാട്ടെവർ അത് സക്സസ് ആയാലും ഇല്ലേലും എനിക്കിതൊരു ഹാപ്പിനെസ് തരുന്നുണ്ട്. എൻ്റെ മൈൻഡിനും എൻ്റെ മൈൻഡിന് ഇത് ഭയങ്കര റിലാക്സേഷനാണ്. എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ബിക്കോസ് ഞാൻ പഠിച്ചത് MBA ഇൻ HR ആണ്, ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പം എനിക്ക് ആക്ച്വലി ഇത് ചെയ്യുന്നതൊരു സന്തോഷമാണ്. ചിലപ്പോൾ നമ്മൾക്ക് ചുറ്റിനുള്ളവർ പറഞ്ഞേക്കാം ഓക്കെ ഇതൊരു തുണിക്കച്ചവടമാണ് അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ട് തുണിക്കച്ചവടമാണോ ചെയ്യുന്നത്. ദിസ് ഈസ് മൈ സൈഡ് ബിസിനസ്. ലൈക്ക് ഇപ്പം നമ്മളൊരു സൈഡായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ആകും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ്. ഓക്കെ അപ്പം നമ്മൾക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് മാത്രമാണ് ഞാനിതിനെ ഇപ്പോൾ കാണുന്നത് കറൻ്റ്ലി. ഓക്കെ അല്ലാതെ എൻ്റെ ഒരു എന്താ അല്ലാതെ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ IT, HR ആ ഒരു മേഖലയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ബിസിനസ്സും പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനോടും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് പണ്ടും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാനോർത്ത് ഓക്കെ എന്തുകൊണ്ട് എനിക്ക് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത് എപ്പോഴും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. അപ്പം ഇപ്പോഴായിരിക്കാം മേ ബി അതിന് സമയമാണെങ്കിലും സമയം ദൈവം ഒരുക്കി തന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ കൊടുത്തപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞു നീ കുറച്ചും കൂടെ നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു, യു കുഡ് ഹാവ് ഡു ഇറ്റ് ഏർലിയർ, നിനക്കിത് പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ചിലപ്പോൾ നേരത്തെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം, അല്ലെങ്കിൽ ഇതായിരിക്കാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ടൈമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാനിന്ന് എങ്ങനെയാണ് എൻ്റെ ബ്രാൻഡിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും മോഡൽ ഞാൻ തന്നെയാണ്.
ഐ ആം സോ ഹാപ്പി കേട്ടോ അത് പറയുമ്പോൾ. കാര്യം ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരുടെ ബ്രാൻഡിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ 100% ഇട്ടിട്ടായിരുന്നു ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ എൻ്റെ സ്വന്തം ബ്രാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ 100%നും കൂടെ കുറച്ച് മേലെയായി പോയ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ എൻ്റെ കംപ്ലീറ്റ് എഫേർട്ടും ഹാർഡ് വർക്കും ഇട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇന്ന് എനിക്കൊരാഗ്രഹം, എൻ്റെ ഈ ഫേസ് അല്ലാണ്ട് എന്താ വേറൊരാളെ എനിക്ക് എൻ്റെ ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി. സോ ഞാനോർത്തു ഓക്കെ, വൈ ഷുഡ് ഐ ഗോ ഫോർ സം എന്താ മോഡൽസ്, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പോണ പകരം ഐ ചൂസ് മൈ സിസ്റ്റർ, ലൈക്ക് മൈ സിസ്റ്റർ ഇൻ ലോ. അപ്പം ദേവുവിനെ ഞാനിപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഷീസ് റെഡി. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, ഒരു ക്ലോത്ത് അവൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു സാരി അവളെ ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ കാര്യം നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, അയ്യോ നമുക്ക് ആരെങ്കിലും സാരി ഡ്രൈപ്പ് ചെയ്ത് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ മോഡലിംഗ് ചെയ്യണമൊക്കെ എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, എൻ്റെ മമ്മി എപ്പോഴും പറയുന്ന കാര്യമാണ്, ചെറുതിലാണെങ്കിലും ആരെങ്കിലും ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്യാമറേൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഭ്രാന്താണ് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം നടന്നാലും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. എൻ്റെ കൂടെ ഇപ്പോൾ ആരെങ്കിലും ട്രിപ്പിനൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും ചോദിക്കും, ലൈക്ക് ദർ ഇസ് എന്തിനാണ് ഇത്ര ഫോട്ടോസും വീഡിയോസും എടുത്ത് സൂക്ഷിക്കുന്നത്. ആൻഡ് എൻ്റെ ഫോണിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു 22,000 ഫോട്ടോസ് ഉണ്ട്. 22,000, ഞാനത് കള്ളം പറഞ്ഞല്ല. ബിക്കോസ് 22 അല്ല, എനിക്കൊരു 19,000 കേട്ടോ, 19,000. കാര്യം ഞാൻ ഒരു സിംഗിൾ ഫോട്ടോ പോലും വെറുതെ റാൻഡമായിട്ട് എടുക്കുന്ന എന്തെങ്കിലും, നമ്മൾ പൂവിൻ്റെ ചെടിയുടെയൊക്കെ ഫോട്ടോ കളഞ്ഞാലും മെമ്മറീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫോട്ടോസും ഞാൻ ഡിലീറ്റ് ആക്കാറില്ല, ഒന്നും. സോ ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ ന്യൂ ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരോട് എന്തെങ്കിലും സ്റ്റോറീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഐ വിൽ ഷോ ദ ഓൾഡ് ഫോട്ടോസ്. ലൈക്ക് ഓക്കെ, അപ്പം അവർക്കും ആ ഒരു സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, നീ ഇത്ര ഫോട്ടോസൊക്കെ കീപ്പ് ചെയ്യോ? യെസ്, എനിക്കത് ഇഷ്ടമാണ്. എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ കൂടെ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്, ഐ എം ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ്. ഇപ്പം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ്, ഓക്കെ ഐ ക്യാൻ ഷോ മൈ ചിൽഡ്രൻ, എന്താ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ അമ്മ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം ഈ ഒരു മൊമെൻറ്റ് നമുക്ക് പിന്നീട് കിട്ടണം എന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് അന്ന് ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ, ആ പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഇരുന്നാണ് ഈ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് കാണിക്കാൻ ഐ എം സോ ഹാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, ഇപ്പം രാവിലെയാണ് നമ്മൾ എഴുന്നേറ്റു, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാനാണിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും. ആൻഡ് മൈ മോഡൽ ഈസ് ദേവു. അപ്പം ഞാൻ ദേവുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദേവു. അപ്പോൾ ദേവു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇസൈ എന്നാണ്. ഇസൈ ബൈ ടെറീസ. അപ്പം ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഫേസ്ബുക്കിൽ നമ്മൾ ഷോപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം കുറച്ച് പണിപ്പുരയിലാണെന്ന് വേണമെങ്കിൽ പറയാം. വെബ്സൈറ്റ് ഉടനെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷോപ്പ് ചെയ്യാനുള്ളവർ ഇൻസ്റ്റയിൽ പോവുക. അവിടെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് നിങ്ങൾ കയറി അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം അതിൽ ഡെയിലി വരുന്നുണ്ടായിരിക്കാം. ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. സോ യു ക്യാൻ പർച്ചേസ് ഇറ്റ് ഫ്രം ദർ. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇസൈ. ഓക്കെ, ഇസൈ ബൈ ടെറീസ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ ഷൂട്ട് ചെയ്യാണ്. ദിസ് ഇസ് ദേവിൻ്റെ സാരി. ഇതാണ് ഇൻഡിഗോ പ്രിന്റഡ് ചെക്സ്. ഓക്കെ, നിക്കേ, നീ ആ ഞൊറി ഒന്ന് ചെയ്തേ. നടന്നോ, കുറച്ചിങ്ങനെ കുണുങ്ങി. ബാക്കിലോട്ടോ, ബാക്കിലേക്ക്. ഹായ്. അപ്പം നമ്മുടെ ദേവുവിന്റെ ഷൂട്ട് കഴിഞ്ഞു. ദേവു എങ്ങനെ ഉണ്ടായിരുന്നു? ദേവുവിന് സാരി ഇഷ്ടപ്പെട്ടോ? അടിപൊളി സാരി കേട്ടോ. ഭയങ്കര ഒതുങ്ങി കൊടുത്ത് മാത്രമല്ല, അതിന്റെ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇനിയും എൻ്റെ അടുത്ത സാരിയുടെ ഒക്കെ മോഡലായിട്ട് ദേവു വരുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പം നമ്മളിന്ന് 3 സാരിയുടെ ഷൂട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് മോഡൽ ഞാൻ തന്നെയാണ്. അപ്പം ഇനി ഞാൻ റെഡിയാവാൻ പോവാണ്. നമ്മളുണ്ടല്ലോ റെഡിയായി കഴിഞ്ഞു. ഈ സാരി ആട്ടോ നമ്മളിന്ന് ഉടുക്കുന്നത്. ഈ സാരിയുടെ പേര് മാങ്ങ സാരി എന്നാ. ഈ പിള്ളേർ കല്ലൊക്കെ എറിയുന്ന പോലത്തെ ഒരു പിക്ചറൊക്കെ ഉണ്ട് ഇതിൽ. ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഷൂട്ടിന് പോകുന്ന വീഡിയോസ് ബാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിന് പോകുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്.
ബട്ട് അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കൂടി ഇട്ടേക്കാം. ആഷ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം ആഷിനെ കൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഇനി ഷൂട്ട് ചെയ്യിപ്പിക്കാം. ഹായ്, അപ്പോൾ നമ്മുടെ ഷൂട്ട് ഇന്ന് കംപ്ലീറ്റ് ആയി. നമ്മളിന്ന് 3 സാരിയുടെ ഷൂട്ടാണ് ചെയ്തത്. അപ്പം ഈ ഫോട്ടോ എടുക്കുന്നതും പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം. അപ്പം ഇതൊക്കെ എനിക്ക് ഓൾറെഡി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയം പോയി അങ്ങനെ ഒരു റിഗ്രറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ല. കാര്യം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ സ്പീഡ് ചെയ്യും എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നെന്ന് പറയത്തില്ലേ, ആ ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമ്മിങ് ടു മൈ മോഡൽ ദേവു ഇങ്ങ് വാ. ദേവു ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ദേവുവിനും മറ്റേ നമ്മുടെ പ്രളയം കാരണം ലീവ് ആയിരുന്നുകൊണ്ട് ദേവുവിന് ഞാനിങ്ങോട്ട് കടമെടുത്തു. ദേവു, ഹൗ വാസ് ദ ഷൂട്ടിങ്? എല്ലാ പ്രശ്നത്തിനും ഇതാണ് എൻ്റെ മൈക്ക്. ഓക്കെ, പറഞ്ഞോളൂ. ഷൂട്ടിങ് ഇങ്ങനെ നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ മോട്ടിവേറ്റ് ചെയ്തു ദേവുവിനെ ഇങ്ങനെ മോഡലിങ്ങിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, ബ്രാൻഡ് കാണുന്നുണ്ടെങ്കിൽ, ദേവുവിനെ വിളിക്കാം, ഫോർ യുവർ ബ്രാൻഡ് മോഡൽ. അപ്പോൾ അങ്ങനെ എനിക്കും ഇഷ്ടമായിട്ടോ. ദേവു നന്നായി പോസ് ചെയ്യും. ഇപ്പം വേറെ ഞങ്ങളിങ്ങനെ സിസ്റ്റേഴ്സ് ആണെന്നാരും പറയത്തില്ല. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പം പക്ഷെ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണെന്ന്. കാര്യം ഞങ്ങൾ കാണാൻ എവിടേക്കോ സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ഇത് ചെറിയ കൊച്ച, എന്നേലൊരു 9 years ഇളയതാണ്. പക്ഷെ ഞാൻ ഇവരുടെ വൈബിലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ വേറെന്താ പറഞ്ഞാൽ, അപ്പം നമ്മുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ്ലി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്റ്റർബ് ആക്കുന്നതാണ് ആഷും അപ്പവും അപ്പുറമുണ്ട്. നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും. ഇതാ വരുന്നുണ്ട്. ഓക്കെ, ഇത് എത്രാമത്തെ തവണ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്നറിയോ, ഷൂട്ട് ചെയ്യുന്നതെന്നറിയോ? ദേ കീപ് ഡിസ്റ്റർബിങ് എസ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ്. കാര്യം നമ്മുടെ ബേബിയും ചേച്ചി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കുറച്ചിങ്ങനെ നമ്മുടെ ഓർഡേഴ്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം കീപ് സപ്പോർട്ടിങ് മീ. എൻ്റെ പേജിൻ്റെ പേര് ഇസൈ ബൈ ടെറേസ. പിന്നെ ദേവു എനിക്ക് കോളേജിൽ നിന്നൊക്കെ ഓർഡർ പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇല്ല, നിങ്ങൾക്ക് എൻ്റെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ, ജെന്യുവൻലി ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. ഞാൻ ആരെയും കമ്പൽ ചെയ്യില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. പിന്നെ വേറെന്താ, വേറെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതാ ഇപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഹാപ്പിയാണ് അല്ലേ ദേവു? അതെ. ഇനി നമ്മുടെ ഓണത്തിൻ്റെ ഷൂട്ടാണ് കേട്ടോ, 2 days കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടിയും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഐ വിൽ കീപ് അപ്ഡേറ്റിംഗ്. എന്തായാലും ഒരു 2 daysനുള്ളിൽ നമ്മുടെ ഓണം ഷൂട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഇനി എൻ്റെ ബിസിനസ് എങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദേവു ചിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റിനും അപ്പു ആഷും നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നടപ്പുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും വീഴില്ല. ദേവുവിന് പക്ഷേ ചിരി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് മര്യാദയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. കാര്യം ഞങ്ങൾ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കി വിട്ടു. അവരവരുടെ വഴിക്ക് പോയി. നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്. എന്തൊരു ശല്യമാണ് ദേവു നിൻ്റെ ചേട്ടന്മാരെ കൊണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഗേൾസ് ഉണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരുപാട് പേർക്ക് ബിസിനസ് ഉണ്ടാവാം, പക്ഷേ സ്റ്റിൽ നമുക്ക് ടൈമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് ഇപ്പം ഞാൻ ഇതൊരു ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലൊക്കെ നിങ്ങൾക്കും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്ത് ബിസിനസ് ആണെങ്കിലും കേട്ടോ, ഇങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡ് തന്നെ വേണമെന്നില്ല. അല്ലാതെ തന്നെ ചെറിയ ബിസിനസ് ഉണ്ട്, അല്ലാതെ ജ്വല്ലറീസ് ഉണ്ട്. അത് മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരമായ ഒരുപാട് ജോലീസ് ഉണ്ട്. ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്തൊക്കെ ബിസിനസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേരോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ഓരോ പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും ഞാൻ അത്ഭുതപ്പെടുക. കാര്യം ഇപ്പോഴത്തെ പിള്ളേർ എന്തൊക്കെ ബിസിനസ്. ഇപ്പം ഓക്കെ,
ഞാനും വലിയ ആളാണെന്ന് വലിയ കൊച്ചായതുകൊണ്ടല്ലോ ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 21 ഏജിലുള്ള കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന ബിസിനസ് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക. നമ്മൾ ആ ടൈമിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ബട്ട് ഇപ്പോഴും വൈകിട്ടില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ വീഡിയോസ് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക, ഒരു ചെറിയ കമൻറ്റെങ്കിലും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് തെരേസ സൈനിങ് ഓഫ്. കൂടെ ദൈവം. ബൈ ബൈ.